ഇന്ന് സംഭവിക്കാൻ പോകുന്ന ലോക സംഭവം ഒരു മുദ്ര മനുഷ്യനെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. ഏറ്റവും നിർണായകമായി വായിച്ചു തുടങ്ങുന്നു. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18. ഒരിക്കൽ കൂടി വളരെ സാവധാനത്തിൽ ഇനി എല്ലാ സയൻസിലേക്ക് പോകും. വെളിപ്പാട് 13, 16, 17, 18 വായിക്കാം. അത് ചെറിയവരും വലിയവരും, അന്ന് എല്ലാവരും ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെയും ആക്കുന്നു. കിടക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതാ 2009 നോക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇൻഫോസിസിന്റെ ചെയർമാനെ നന്ദൻ നിലകേനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ എടുക്കാൻ പോയപ്പോൾ കണ്ണും കാലും അല്ല നോക്കിയത്, കണ്ണ് രണ്ടും ഇങ്ങനെ തുറക്കാൻ പറഞ്ഞു. കണ്ണടയ്ക്കാം, കണ്ണ് തുറക്കാം. ആ സമയത്ത് നിങ്ങളുടെ നെറ്റി അവർ സ്കാൻ ചെയ്തിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കൈവിരൽ വെക്കാൻ പറഞ്ഞു. ഇതിൻ്റെ പേര് ആധാർ, മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം ഇതെങ്ങനെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രണ്ടാമത്തെ ടെക്നോളജിയാണ് വന്നത്. കോവിഡ് കാലത്ത് ഇൻഫ്രാറെഡ് മീറ്റർ കൈമേലും തലമേലും കാലയിൽ അടിച്ചുള്ള ചൂട് നോക്കാൻ. ഇത് വരാൻ പോകുന്നത് മൈക്രോ ചിപ്പിൻ്റെ തുടക്കം. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ഒരു ആലയം കൊണ്ടുവന്ന് നീതി ആയോഗ്. അടുത്തത് 1 ആധാർ. അടുത്ത വായിക്കാൻ മോളെ. രണ്ടാമത്തെ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ, അതിന്റെ സംഖ്യ 666. വൺ ടൈം പാസ്വേഡ് OTP 666 വരാൻ പോകുന്നു. എല്ലാവർക്കും ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ OTP വരാൻ പോകുന്നു. വണ്ടിയുടെ പുക വരെ OTP ആയി. ചെമ്പൂരിലെ ഇന്നത്തെ ആശുപത്രിയിലെ OP ടിക്കറ്റും OTP ആയി. സംഖ്യ അടിച്ചെങ്കിൽ മാത്രമേ ട്രാൻസാക്ഷൻ നടത്തുള്ളൂ. അതിന്റെ പേരാ സ്വർഗത്തിന് 3 ഘടകം. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അതോടനുബന്ധിച്ച് പിശാചിന് 3 ഘടകമുണ്ട്. 1 മൃഗം, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. സ്വോത്രം. അവർക്ക് വേണ്ടിയ ഈ 3 സംഖ്യ 666. ഇന്ന് എവിടം വരെ എത്തി പോകാൻ പോകുന്ന വളരെ ചിന്തയിലേക്ക്. നമ്മൾ എവിടം വരെ പോകുന്ന ഇസ്രായേൽ വരെ പോയിട്ടേ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ 2009 ആധാർ, മനസ്സിലാകുന്നവർക്കായി. 2013 ATM കാർഡിൽ മുഴുവൻ മൈക്രോ ചിപ്പായി, മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ സകല ATM കാർഡിലും നാനോ, സിലിക്കോൺ, മൈക്രോ. 2013. 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. എന്തിനാ ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്? ചിലമ്പറ ദേവീക്ഷേത്രമുണ്ട്. പഴയതുപോലെ ആനയെ കൊണ്ടുവന്നൊന്നും എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. മൃഗഡോക്ടർ സർട്ടിഫിക്കറ്റ് പോലീസിന് കൊടുത്തിട്ട് മാത്രമേ ആന എഴുന്നള്ളിപ്പിക്കാൻ പറ്റൂ. ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് എന്തിനാ? മൃഗഡോക്ടർ കിടക്കിടയ്ക്ക് സൗന്ദര്യം കാണാനാണോ? അല്ല, ആനയുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കൗണ്ട് ദാണ്ട് ഞാൻ ലാപ്ടോപ്പ് വെച്ച് നിൽക്കാം. അതിന് BP ഉണ്ടോ എന്നറിയാനാ മൈക്രോ ചിപ്പ്. അതുകൊണ്ട് മൃഗഡോക്ടർ ആനയുടെ പുറകെ പോയി ഞാൻ ലാപ്ടോപ്പുമായിട്ട് നോക്കും. ഉടനെ പാപ്പാൻ എഴുതി കൊടുക്കും. ദാണ്ടെ പേപ്പർ ശരി, അവന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുള്ള ആനയാന്നേ പറയും. ഒറ്റശേഖരന്മാരടുത്ത് തെങ്ങിൻ തോട്ടത്തിൽ തളച്ചേരെ ഓലയും മടലും എല്ലാം കൊടുക്കാൻ പറയും. ഇതാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാവർക്കും ഒരു സംശയവും കൂടെ തീർത്തു തരാം. ഈ ഇടുക്കിയെ പറപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ആന ഉണ്ടായിരുന്നു, അരിക്കൊമ്പൻ. അവ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്നറിയാം? പൊന്മുടിക്കപ്പുറത്ത് കോതയാർ, തമിഴ്നാട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇടയ്ക്ക് മനോരമയിലെ ജോണി ലൂക്കോസ് ഒരു പടം കൊടുക്കുന്നു. ആന വെള്ളം കുടിക്കുന്നു, അരിക്കൊമ്പൻ. സന്തോഷമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ചെമ്പൂരുകാർ വിചാരിക്കുന്നത് നമ്മൾ സെൽഫി എടുക്കുന്ന പോലെ ആനയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുവാന്ന്. അരിക്കൊമ്പൻ്റെ അടുത്തെങ്ങാണ് സെൽഫി എടുക്കാൻ പോയി അവൻ പിന്നെ ആ കോതയാറിലേക്ക് കിടക്കത്തുള്ളൂ. ഇത് സാറ്റലൈറ്റ് വഴി ആനയുടെ വാലയിലെ ചിപ്പിലെ മോണിറ്റർ ചെയ്തെടുക്കുന്ന പടമാ മനോരമയ്ക്കകത്ത്. ബാക്കിയൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ആനയുടെ തൂക്കം എത്ര? 4000 കിലോ. മേയ്ക്കുന്നത് ആരാ? പനച്ചുമൂട് പാപ്പച്ചൻ. സന്തോഷമില്ലല്ലോ. 55 കിലോ ഒരു ചുള്ളിപ്പടി, മനസ്സിലാകുന്നവർക്കായി. വെള്ളറട, നീലമാമോട്, കാരക്കോണം, പാറശാല. പാപ്പച്ചൻ്റെ വെയിറ്റ് 55 കിലോ, ഒരു ചുള്ളിപ്പടി, കയ്യിലൊരു ജവാന്റെ കുപ്പി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാ ബൈബിൾ അടക്കി വാഴുക. സന്തോഷമില്ലല്ലോ. 4000 കിലോ പിന്നെ വെയിറ്റുള്ള ആന നമ്മുടെ വെള്ളറുടെ നിന്ന് പനച്ചുമൂട് പാപ്പച്ചാൻ. ലെഫ്റ്റ് റൈറ്റ്, ഒരു ടോർച്ച്, ഒരു വടി, ജവാന്റെ കുപ്പി. സന്തോഷമില്ലല്ലോ. രാത്രി വരെ നടത്തുന്നു. അതുകൊണ്ട് മനുഷ്യനെ അതിശയവും ഭയങ്കരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, മനസ്സിലാകുന്നവർക്കായി. ആനയുടെ വാല് കഴിഞ്ഞു. 2018 എല്ലാവരും നോക്കണം. ഇന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരൻ, ഏറ്റവും നല്ലവനായ ഒരു നമ്മുടെ വിരാട് കോഹ്ലി, അദ്ദേഹം പറഞ്ഞു, ഞാൻ എയർപോർട്ടിലങ്ങ് എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് വിരാട് കോഹ്ലി ഒരു കാര്യം ചെയ്തു. അവൻ്റെ പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ് വെച്ചു. ഇതാണ്ട് ഞാൻ പോയാലും പിടിക്കരുത്, RFID മൈക്രോ ചിപ്പ്. 2021 ആയപ്പോൾ സകല കാറും ഇറങ്ങുമ്പോൾ
അവർ പറയുന്നു ഫാസ്റ്റാഗ്. ചിലർ വിചാരിക്കുന്ന കോവളത്തെ ടാക്സ് കട്ട് ചെയ്യാനാണ്. എൻ്റെ അച്ചായ കോവളത്തെ ടാക്സ് കട്ട് ചെയ്യാനല്ല, അതിനകത്ത് MRI സ്കാൻ കണക്ക് ബാർകോഡായിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. നിങ്ങളുടെ കാറിനകത്ത് എന്തോ ഉണ്ടെന്ന് മുഴുവൻ മനസ്സിലാക്കും. അതുകൊണ്ടല്ലയോ കൊടകര കുഴൽപ്പണക്കേസ്? സന്തോഷമില്ലല്ലോ സ്വോത്രം. കാറിനകത്ത് പണം കണ്ടുകൊണ്ടാ പിണറായി സാർ രക്ഷപ്പെട്ട്. അല്ലേലുയ ഹോശന്ന. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അത് പറഞ്ഞപ്പോഴാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സമരം വരെ തീർന്നത് കൊടകര കുഴൽപ്പണക്കേസിലോ. തിരുവനന്തപുരത്ത് കണ്ടില്ലയോ പെങ്കൊച്ചുങ്ങളും ആങ്കൊച്ചുങ്ങളും കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ ഇപ്പം രാജിവെക്കണം. പിണറായി സാർ പറഞ്ഞു കൊടകരയിലെ കാർ എടുക്കണോ രാജിവെക്കണോ? മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അവിടെ നിന്ന് എന്തോരു സമരമായിരുന്നു. ഞാൻ LMS CSI 2 ആവശ്യത്തിന് പോയപ്പോൾ പെങ്കൊച്ചുങ്ങളെല്ലാം ആര്യപ്പം രാജിവെക്കണം. ഞാനും വിചാരിച്ചു വല്ല പായസവും കിട്ടുമെന്ന്. ഭാഷ സ്വോത്രം. ഒന്നും നടന്നില്ല. പിണറായി സാറിൻ്റെ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർ കൊടകര കുഴൽപ്പണ കേസ് ഇതെല്ലാം കയ്യിലിരിക്കുന്നുണ്ട്. ആ പണം ഉള്ളത് കണ്ടുപിടിച്ച് എന്താ ട്രാക്ക് ചെയ്യും പോലീസ്. മനസ്സിലാകുന്നവർക്ക് RFID. അതുകൊണ്ട് പിന്നെ പണമൊന്നും കാറിനകത്ത് വെച്ചുകൊണ്ട് പോകരുത്. മനസ്സിലാക്കുന്നവർക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കണം. ഇതാ മുഴുവൻ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞു. ഈ 6ാമത്തെ സംഭവം ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യുക. ഇന്ന് രാത്രി ഏറ്റവും നിർണായകമായൊരു സംഭവം പറഞ്ഞു തരാം മനസ്സിലാക്കുന്നവർക്ക്. ഇന്ന് എയർപോർട്ടുകളിൽ പോയാൽ തിരുവനന്തപുരം ആകട്ടെ കൊച്ചി ആകട്ടെ സ്വോത്രം, അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു ടിക്കറ്റിനകത്തൊരു ബാർകോഡുണ്ട്. കാണിച്ചു തരാം. ഈ ബാർകോഡ് വെച്ച് കഴിഞ്ഞാൽ ഡോർ തന്നെ തുറന്നു വരും. മനസ്സിലാകുന്നവർക്കായി ഇന്നത്തെ സകല എയർപോർട്ടിലും നിങ്ങൾക്ക് വീട്ടിനകത്തിരുന്ന് ടിക്കറ്റ് എടുക്കാം. അവിടെ ചെല്ലുമ്പോൾ ഗ്രീൻ ചാനൽ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ഇത് വെക്കുമ്പോൾ ഡോർ തുറന്നു വരും. അത് തിരുവനന്തപുരം. തീർന്നില്ല. ഗൾഫ് രാജ്യങ്ങളുടെ എയർപോർട്ടിൽ ചെന്നാൽ പാസ്പോർട്ടൊന്നും കാണിക്കണ്ട. ചെല്ലുമ്പോൾ കൈ വെച്ചാൽ മതി, ഡോർ ഓപ്പൺ. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഇപ്പോൾ ഒന്നുമില്ല, നേരെ ചെല്ലുമ്പോൾ നെറ്റി അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ കാണിച്ചാൽ മതി, കുഴപ്പമുള്ളവനാന്ന് ഇങ്ങോട്ട് നിൽക്കാൻ പറയും, അല്ലെങ്കിൽ ഡോർ തുറന്നു വരും. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി. ഓൺ ഗവൺമെൻറ് ഓൺ മൈക്രോ ചിപ്പ്. അതാ ന്യൂ വേൾഡ് ഓർഡർ. തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഇന്നെല്ലാം QR കോഡ് കാണുമ്പോൾ ഡോറുകൾ തുറന്നു വരും. അങ്ങനെയെങ്കിൽ ഇതെന്നെ സുരക്ഷിതമായിട്ട് എവിടെ കൊണ്ടുവരും? കൈമയിലും നെറ്റിമയിലും മുദ്ര കൊണ്ടുവരും. അതിനാസ്പദമായി അമേരിക്കയിലെ ഏറ്റവും വലിയ പുള്ളിക്കാരന് ലോകവ്യാപകമായി ദാ വരുന്നു മൈക്രോ ചിപ്പ്. അമേരിക്കയിലെ ഏറ്റവും വലിയ പുള്ളിക്കാര് പറഞ്ഞു തരാം. ദാണ്ട് ബരാക് ഒബാമ കൈകളിൽ മൈക്രോ ചിപ്പ് വെച്ചു. ഇവിടെ UK ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, മുഴുവൻ സ്ഥലങ്ങളിലും മൈക്രോ ചിപ്പ് വെച്ച് കഴിഞ്ഞു. അന്ത്യകാലം മൊട്ടറോള കമ്പനി പറയുന്നു എല്ലാം ഒരു കാർഡിനകത്താക്കാം. മനസ്സിലാകുന്നവർക്കായി എല്ലാം ഒരു കാർഡിനകത്താക്കോ. പാസ്പോർട്ട്, ആധാർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം ഒരെണ്ണത്തിലാക്കാം. ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ട് കുമാരണ്ണനെ തന്നെ പിടിക്കാം. കുമാരണ്ണന് നമ്മുടെ കീഴാറൂർ കൺവെൻഷൻ CD ഇട്ടിട്ടാ പെട്രോൾ മേടിക്കാൻ പോയി. എവിടെ? മണ്ഡപത്തിൻ കടവ്. കൺവെൻഷൻകാർ നോക്കിയപ്പോൾ CD കുരുങ്ങി പാട്ടുമില്ല. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെ അങ്ങ് പോയി സ്വോത്രം. അവർ കടന്ന് വിളിയോടെ വിളി. അപ്പോൾ പറയാം മണ്ഡപത്തിൻ കടവിന് ഞാൻ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ആ സമയത്ത് നാട്ടുകാർ ചിലപ്പോൾ അന്വേഷിക്കും എന്താ സംഭവിക്കുന്നത്, കൺവെൻഷൻ ഉണ്ടോ? ഇന്ന് അങ്ങനാണോ? എവിടെങ്കിലും ഒരു കൺവെൻഷന് കുമാരണ്ണം പോയാൽ ചിന്നമാമ ബ്ലൗസേ കുത്തുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാ പെൻഡ്രൈവ്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ സ്വോത്രം. അതെടുത്തൊരു കുത്ത് പിന്നെ കുമാരണ്ണൻ ചെന്നൈ പോയിട്ട് വന്നാലും പാട്ട് തീരത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഒരു ഫിലമെൻറ്റിനകത്ത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഫിലമെൻറ്റ് കൈക്കകത്ത് വരും മൈക്രോ ചിപ്പിൻ്റെ വലിപ്പത്തിൽ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കൈക്കകത്ത് കൊടുക്കുന്നു? ഇതാ കൈകരേഖ. അത് ഇയ്യോബ് 37:7 ഒരിക്കൽ കൂടി വായിച്ചട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിവാൻ അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. എല്ലാവരും കൈ മുദ്രയിട്ടു. ആധാറിന് വേണ്ടി കൈ മുദ്രയിട്ടു, പാസ്പോർട്ടിന് വേണ്ടി ഇട്ടു. കാര്യമില്ല. ആധാർ പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറഞ്ഞത്. എന്താ ആധാറിൻ്റെ പ്രത്യേകത എന്നറിയോ? വന്നപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടാങ്കിൽ എടുക്കണ്ട. വേറൊരു കാര്യം കൂടി ഇപ്പോൾ പറയാൻ പോവാ, എല്ലാവരും കേൾക്കണം. അന്ന് പറഞ്ഞു വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടാങ്കിൽ എടുക്കണ്ട. കുഞ്ഞ് ജനിച്ചാൽ ആധാർ, പോസ്റ്റ് ഓഫീസിൽ പോയാൽ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ, ബാങ്ക് അക്കൗണ്ട് ആധാർ, ഏത് കർഷകർക്ക് സബ്സിഡി ആധാർ, ഗ്യാസിൻ്റെ സബ്സിഡി പോയി, അതിനിപ്പോൾ കാര്യമില്ല സ്വോത്രം. ഏതിനും ആധാർ. പിന്നെ അടുത്തതൂടെ അപ്പച്ച മരിച്ചാലും മരണ സർട്ടിഫിക്കറ്റ് കിട്ടണേ ആധാർ വേണം. സന്തോഷമില്ലല്ലോ. ഒറ്റശേഖരമംഗല ഗ്രാമപഞ്ചായത്ത് നമ്മുടെ അവിടുന്ന് കൊണ്ടുവരുന്ന പയ്യൻ അമ്മച്ചി 100 രൂപ വെച്ച് മൊബൈൽ ചാർജ് ചെയ്യാൻ കൊടുക്കും. അപ്പച്ചൻ മരിച്ചാലും 1 വർഷം അപ്പച്ചനെ ജീവിപ്പിക്കും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ വഴിയാധാരമായ ആധാർ തീർന്നില്ല. ഇനി കേരളത്തിൽ ഡിജിറ്റൽ സർവേ എല്ലാവർക്കും പിടികിട്ടിയോ? സന്തോഷമില്ലല്ലോ. കേരളത്തിൽ ഡിജിറ്റൽ സർവേ വരാൻ പോവുക സ്വോത്രം. അപ്പോൾ ഞങ്ങളുടെ ഉപദേശിമാർ ഓടിക്കും
ഉപദേശിച്ച് പറയും എനിക്ക് 10 സെൻറ്റ് വീട് ചെമ്പൂരുള്ളെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആറാട്ടുകുടി 2 ഏക്കർ പുരയിടം കിടക്കുക, അത് ആർക്കും അറിയത്തില്ല. സ്വോത്രം. ആറാട്ടുകുടി പെങ്കൊച്ചി എന്ന് ഡിജിറ്റൽ സർവേ നോക്കുമ്പോൾ ആധാർ കൊണ്ടുവരാൻ പറയും, OTP നോക്കും. അപ്പം കമ്പ്യൂട്ടർ അടിച്ച് നോക്കുമ്പോൾ ആറാട്ടുകുടി 2 ഏക്കർ, ചെമ്പൂര് 10 സെൻറ്റ്, മണ്ഡപത്തിൻ കടവ് റോഡ് സൈഡിൽ 5 സെൻറ്റ് പ്ലോട്ട്, കാട്ടാക്കട 1 മുറി കാട, ഇതെല്ലാം തെളിഞ്ഞു വരും. വഴിയാധാരമായില്ല മാമ. സ്വോത്രം. ഇനി അടുത്തതുകൂടെ പറഞ്ഞു തരുവാ. നിങ്ങളുടെ കയ്യിൽ ATM കാർഡ് കിട്ടിയല്ലോ. എല്ലാവരും കേട്ടോണം. വില്ലേജ് ഓഫീസിൽ പണിയെടുക്കുന്നവർ അവർക്കറിയാം. ദാണ്ട ഇപ്പം ഈ ഒരു കാര്യമുള്ളത്. പാസ്റ്റർമാർ കേട്ടാട്ടെ, നമ്മുടെ ഭൂമിയെല്ലാം ഒരു കാർഡിനകത്താക്കും. വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ ഈ കാർഡ് ലാപ്ടോപ്പിൽ കാണിക്കുമ്പോൾ സ്കെച്ച്, എലിവേഷൻ, പ്ലാന്, വേഷൻ എല്ലാം ഇഞ്ഞ് വരും. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. പ്രമാണം എഴുതാൻ ഈ കാർഡ് എത്ര പേരെ കാറ്റ് പോകുന്നറിയാമോ? പലരും പറയും ഞങ്ങൾക്ക് അവിടില്ല ഇവിടില്ല. കരമടച്ച രസീത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് കൊടുത്ത് ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ ഒരു മൊബൈലിനകത്ത് OTP വരുമ്പോൾ വളരെ ക്ലിയറായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. ഇന്ത്യയിൽ എവിടെല്ലാം ഭൂമിയുണ്ട്. സന്തോഷം ഇല്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി. അയ്യോ, ഇനി പുരാണം പ്രമാണം എഴുതാൻ പോകുമ്പോൾ ഇതുകൂടെ കൊണ്ടുപോകണം. വരും നിങ്ങളുടെ വീട്ടിലെല്ലാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഡിജിറ്റൽ സർവേ. ലോകം ഒരുവൻ്റെ കയ്യിൽ എന്താ ഒരു കമ്പ്യൂട്ടറിനകത്തെല്ലാം കൊണ്ടുവരുന്നോ. അങ്ങനെയെങ്കിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ കൈ മുദ്രയിടണം. എന്തിന്? റേഷന് വേണ്ടി മുദ്രയിടണം. മനസ്സിലാകുന്നവർക്കായി. 2016 കേട്ടോണേ, നമ്മുടെ സൗകര്യരാക്കി വിട്ടിരിക്കുന്നു. 2016 ഞാൻ കട്ടക്കോട് പ്രസംഗിച്ചു, കൈ മുദ്രയിട്ട് റേഷൻ മേടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് ഈ പാസ് പഠിച്ച് എന്തോ തലയ്ക്ക് പിന്നളവി പോയാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 2016 കട്ടക്കോട് ഞാൻ ഇന്നും പ്രസംഗിച്ചതാ. അപ്പം ഞാൻ പറയും കൈ വെച്ച് റേഷൻ മേടിക്കുമെന്ന്. ഉടനെ അവർ പറഞ്ഞ് ഇതാവശ്യം. 2018 കട്ടക്കോട് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പാലയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് റേഷൻ കട ഉണ്ടായിരുന്നു. സത്യൻ ചേട്ടൻ കീക്കി കൂക്കു 4 കിലോ, കുഞ്ഞമ്മ സിസ്റ്റർ കീക്കി കൂക്കു 3 കിലോ. മനസ്സിലാകുന്നവർക്കായി. എനിക്കിതാരും പറഞ്ഞു തന്നില്ല. ഇത് നമ്മുടെ ഇൻഫോസിസിനകത്ത് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കൈ വെച്ച് റേഷൻ കാർഡുമായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് റേഷൻ എടുത്തുകൊണ്ടിരിക്കുക, താമസം എന്നാ ഇന്ത്യ വരുമെന്ന്. അങ്ങനെ ഞാൻ പ്രസംഗിച്ച കൈ വെച്ച് റേഷൻ മേടിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈക്കകത്തൊരു രേഖയുണ്ടോ? മനസ്സിലാകുന്നവർക്കായി. സുകുമാരൻ പാസ്റ്റർ, രാജൻ പാസ്റ്റർ, ഞാൻ, സ്റ്റെബിലിന്, അത് കഴിഞ്ഞ് ഷിജു, ഞങ്ങൾ 5 പേരും കൺവെൻഷൻ ഇവിടെ ഉണ്ട്. എൻ്റെ റേഷൻ കാർഡ് സുകുമാരൻ പാസ്റ്റർ കൊടുത്തു, സുകുമാരൻ പാസ്റ്റർ റേഷൻ കാർഡ് രാജൻ പാസ്റ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാർഡ് സ്റ്റെബിലിന് കൊടുത്തു, സ്റ്റെബിലിൻ്റെ അടുത്ത് ഷിജുവിന് കൊടുത്തു. ഞങ്ങൾ 5 പേര് റേഷൻ കടയിൽ ചെന്ന് കൈവച്ചു. റേഷൻ കിട്ടുമോ? അവിടെ ഇരിക്കുന്ന ചേച്ചി തമിഴ്നാട്ടിലെ കണക്ക് പറയും, ഏമാത്തി കാണിക്കാതെ സ്ഥലം വിടാൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്ര. അപ്പം നമ്മുടെ കൈക്കകത്തൊരു രേഖയുണ്ടോ? ഇത് സാധാരണ സംഭവമല്ല. നിങ്ങളിവിടെ കൈവെക്കുമ്പോൾ സപ്ലൈക്കോടെ കേന്ദ്രമാണ് വള്ളക്കടവ് തിരുവനന്തപുരം. ആ കമ്പ്യൂട്ടർ ഡൽഹിയിൽ പോകും. അന്നേരം അടിച്ചു വരുന്ന 4 കിലോ, 3 കിലോ, 2 കിലോ, 1/2 ലിറ്റർ മണ്ണെണ്ണ. സന്തോഷമില്ലല്ലോ? ആട്ടപ്പൊടിയെല്ലാം പോയി ഉക്രൈൻ യുദ്ധത്തോടു കൂടി. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കൈക്കകത്തൊരു രേഖ വരച്ചിട്ടുണ്ട്. ആരാ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത്? ഇതാ ഞങ്ങളുടെ ബൈബിൾ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഇന്ന് രാത്രി അമ്മാമേ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ഇന്ന് രാത്രി ആകാശത്ത് കയറിയാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കടക്ക വരിച്ചാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ എഴുന്നേൽക്കാവൂ. 2026 കരമുയർത്തി പറയണം, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ വീടിനെ കാത്തു പരിപാലിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ചെമ്പൂരും വലിയ വഴിയും ഭൂകമ്പം വരട്ടെ, യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാക്ക്. ഇന്ന് രാത്രി ആകാശത്ത് നിന്ന് ഉൽക്ക വീഴട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ദുഷ്ടപിശാചി നടുങ്ങട്ടെ. കരമുയർത്തി പറയണം, ഞാൻ എല്ലാ കാലത്ത് യഹോവയെ വാഴ്ചു, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. നിന്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് ആരാ നമ്മുടെ ദൈവം? 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് ഒരു സ്കാൻ പോലും ചെയ്യാതെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന ചതുർദ്രമ പണത്തെ തൻ്റെ ഭക്തന് വേണ്ടി കരമടയ്ക്കാൻ കൊടുത്തവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതാ മാമേ സയൻസ്. ചെമ്പൂർ റേഷൻ കടയിൽ വെക്കുമ്പോൾ വള്ളക്കടവ് വഴി തിരുവനന്തപുരത്ത് നിന്ന്
ഡൽഹി വരെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരുവൻ ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെയുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. സ്വോത്രം. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ ഇന്ന് രാത്രി കൈമുദ്രയുണ്ട്. പെന്തിക്കോസ്കാരോടും പറയാം, പാസ്റ്റർമാരും ഇരിക്കുക. ചില പെന്തിക്കോസ്കാരിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് തത്തയുടെ മുമ്പിൽ കൊടുക്കുക കൈ. സന്തോഷമില്ലല്ലോ. മന്ത്രവാദിയുടെയും കൊടുക്കുക. സ്വോത്രം. ഇനി മേലാൽ ഇവിടുന്ന് ആരെങ്കിലും കോട്ടൂരും കാണികൾ മന്ത്രവാദികളെ കാണാൻ പോകരുത്. നിന്റെ കൈ ഇവിടെ വെക്കുമ്പോൾ കിലോമീറ്ററുകൾക്കകത്ത് ഡൽഹിയിൽ നിന്റെ കൈക്കകത്ത് രേഖ വരച്ചത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ, അതറിഞ്ഞ് നിന്റെ റേഷൻ തരാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവമെങ്കിൽ, ഇന്ന് രാത്രി പറയണം, എൻ്റെ സകല ഭാവിയെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. മന്ത്രവാദിക്ക്, തന്ത്രവാദിക്ക്, ശകുനിക്ക്, ആഭിചാരക്കാരന്, തത്തയെ വിട്ട് എടുക്കുന്നവന്റെ മുമ്പിൽ നീ പോകരുത്. 2026 എന്ന് രാത്രിയുടെ കൺവെൻഷൻ വരുവീൻ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ നീ മുട്ടുകുത്തുക. കരമുയർത്തുന്നവർക്ക് അവന്റെ ഭാരങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഈ രാത്രി കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വചനം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരുവൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് എലോൺ മസ്ക്. ദാണ്ടേ ഈ ചിപ്പ് എവിടെ കയറ്റാം? കൈമേലും നെറ്റിമേലും. ഇവിടം തൊട്ടാ ചിന്തിക്കുന്നത്. ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ എന്ത് നടക്കും? ഇവിടെ സഞ്ചാർ സാത്തിയിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മൈക്രോ ചിപ്പിൻ്റെ കയ്യിൽ വെക്കുമ്പോൾ 3 തലങ്ങളിലേക്ക് പോകും. അതാ തലച്ചോറുകൾ ഇൻ്റർനെറ്റ് വഴി മോണിറ്റർ ചെയ്യാം. മനസ്സിലാകുന്നവർക്കായി. ഇപ്പോൾ ഇവിടെ ഓൺലൈനിൽ കൊടുക്കും. ഇവിടെ കുഞ്ഞുങ്ങൾ വിട്ടിട്ടുണ്ട്. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് ഇതാ കിടക്കുന്നു. മനുഷ്യൻ്റെ തലച്ചോറിനെ സാറ്റലൈറ്റ് വഴിയായിട്ട് ബന്ധിപ്പിക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഘടകമാ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു സഞ്ചാർ സാത്തി. അതിൻ്റെ അർത്ഥം ഒരു കമ്പ്യൂട്ടർ വേണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനി ഇന്ത്യ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് നടക്കത്തില്ല. പാർലമെൻറ്റിനകത്തും പ്രശ്നമായി. ഒരു മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ ട്രാക്ക് ചെയ്യുന്നത് സഞ്ചാർ സാത്തി. നിങ്ങളുടെ സാറ്റലൈറ്റ് വഴി, ഇവിടെ കാണുന്ന ടവർ വഴി നിങ്ങളുടെ ലൊക്കേഷൻ ആരും അറിയണ്ട. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിന് ഓർഡർ ചെയ്യുക. അതിൻ്റെ പേരാ സഞ്ചാർ സാത്തി. അതിനാസ്പദമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വച്ചാൽ ശരീരത്തെ മുഴുവൻ മോണിറ്റർ ചെയ്യാം. കേട്ടോ, ഒരു മനുഷ്യൻ്റെ ശരീരം 100 കോടി കോശമാണ്. അതിനെങ്കിൽ തലച്ചോറിനെയാ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യുന്നത്. ഒരു തലയ്ക്കകത്ത് 3 ഘടകമുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല, ഒബ്ലാങ്കേറ്റ. അതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ആ കുഞ്ഞിന് അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയിൽ എത്ര ചിന്തയാണ്? ബാക്കിയൂടെ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1 മിനിറ്റിൽ 40 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ. അപ്പോൾ 1 മണിക്കൂർ എത്ര? 2400 ചിന്ത. സന്തോഷമില്ലല്ലോ. ഈ മണ്ടൻ തല ഇപ്പോൾ ഇവിടെ നിൽക്കുക. ഇപ്പം ഞാൻ ചിന്തിച്ച കാനഡ ടൊറൻറ്റോ വരെ വരും. മനസ്സിലാകുന്നവർക്കായി. സ്വപ്നം കാണാൻ കാശ് കൊടുക്കേണ്ട, തലച്ചോറ് മതി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2400 ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ തല. ആ കൊച്ചിനെ നോക്കിയാൽ ചെമ്പൂരോ കുഞ്ഞമ്മാമ പറയുന്നത് നിൻ്റെ തലയിൽ കളിമണ്ണാന്ന്. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഇനി മേലെ അങ്ങനെ പറയരുത്. കൊച്ചു പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, ഇതിനെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. കുഞ്ഞുങ്ങൾ എഴുതാം. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ഒരിക്കൽ കൂടി, എർവിൻ. എമോഷണൽ, റോബോട്ടിക്, വയർലെസ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. കമ്പ്യൂട്ടർ +2 കുഞ്ഞുങ്ങൾക്കെല്ലാം എഴുതിക്കോ. എർവിൻ ദാ കിടക്കുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. ഇന്ന് ലോകത്തിലെ 2016, എല്ലാവരും കേട്ടോണേ, 2016 എലോൺ മസ്ക്, സൗത്ത് ആഫ്രിക്ക ഒറിജിനാന്ന് പറയുന്നു. അവൻ്റെ പിൻപിൽ യഹൂദരുണ്ടെന്ന് പറയുന്നു. അവൻ അമേരിക്കയിൽ കാലിഫോർണിയയിൽ വന്നൊരു കമ്പനി ഉണ്ടാക്കി. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സാറ്റലൈറ്റായി ആകാശത്തിൽ കിടക്കുന്നത് അതുകൂടെ പറഞ്ഞു തരാം. അവനുണ്ടാക്കിയ കമ്പനിയുടെ പേരാ ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ. അവൻ 2 പേരെ കരങ്ങളിലെടുത്തു. ഒന്ന് ആരെയാണെന്നറിയാമോ? റിലയൻസ് ജിയോ. അതുകൊണ്ടാണ് ഇന്ന് ചെമ്പൂരിൽ നല്ല നെറ്റ്വർക്ക്. 2 എയർടെൽ. ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം പോവോ? പറഞ്ഞു തരാം. അജി ബ്രദർ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് രാത്രി മറ്റൊരു രീതിയിലാണ് ലൈവ് കൊടുക്കുന്നത്. ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. തൊഴിലാളി മേഖല. പണ്ട് ഒരു വാനുമായിട്ടൊരു പയ്യനെ ലൈവ് കൊടുക്കാൻ വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു പെട്ടിയായിട്ട് അവൻ വന്നു. ഞാൻ വിചാരിച്ച ഷെബിലിനെ ഇത്രയും പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പെട്ടി തരാൻ വരുവാന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഉപദേശിമാർക്ക് പെട്ടിയും കവറുവാ. അപ്പോൾ എന്തോ ചെയ്തു, ഇവൻ വന്നു. ഒരു ലാപ്ടോപ്പ് മുമ്പിലോട്ട് വെച്ച് നെഞ്ചത്തൊരു ക്യാമറ. ആ കുമാരണ്ണൻ്റെ ചർച്ചിൻ്റെ അവിടെ കാണുന്ന പോലെ ഒരു പെട്ടി, നമ്മുടെ DB വെക്കുന്ന പോലെ 2 ചെകുത്താൻ്റെ മുള്ളും ഒരു വയറും. ഞാൻ ചോദിച്ചു, വാൻ എന്തിയെ? വാനൊക്കെ വിറ്റ് കാശാക്കി. ഞാൻ ചോദിച്ചു, മോനെ ഇത് ഏതാ പെട്ടി? ഇത് എലോൺ മസ്ക് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പെട്ടിയാണ് പാസ്റ്ററെ. ഇതിൻ്റെ വയറെടുത്ത് ലാപ്ടോപ്പിൽ കൊടുത്താൽ
110 രാജ്യങ്ങൾ കാണാമെന്ന്. സന്തോഷം ഇല്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് ഏലത്തോട്ടത്തിൽ ഞാൻ പ്രസംഗിച്ചത് 110 രാജ്യം. ഞാൻ ചോദിച്ചു ഇന്ത്യയുടെ നെറ്റ്വർക്കോ? അല്ല, റിലയൻസ് ജിയോ ഇന്ന് പിന്നെ ഇവരുമായിട്ട് സാറ്റലൈറ്റ് ഇൻ്റർനാഷണൽ എലോൺ മസ്കുമായിട്ട് ടൈപ്പായി അവരുടെ നെറ്റ്വർക്കിൽ ലോകം മുഴുവൻ. അങ്ങനെയെങ്കിൽ ഒരു എലോൺ മസ്ക് വന്നിട്ടുണ്ട്, പറയുന്നു മനുഷ്യനിൽ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ ലോകം ഒരുവൻ നിയന്ത്രിക്കാം. ഒരു ഗവൺമെൻറ്, ഒരു കറൻസി, ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ ചിപ്പ്, ഇത് ലോകത്തിൽ വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിളിനകത്തുണ്ടോ ഒരു സംഭവം നടക്കും. സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം, വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് അയക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം മനസ്സിലാകുന്നവർക്കായി. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അവിടെ നിൽക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതിൻ്റെ ഇംഗ്ലീഷിന്റെ പേരാ എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ഇത് മലയാള മനോരമ. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. മനുഷ്യന്റെ കയ്യിൽ ഒരു ചിപ്പ് വെച്ചാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. ലോകം വരവേൽക്കാൻ പോകുന്നു. എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇത് വച്ചാൽ 7 കാര്യങ്ങൾ ലോകത്തിൽ നടക്കും. ഒന്ന്, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് ഈ ഒരു ചിപ്പ് വച്ചാൽ ക്യാൻസർ ഉണ്ടോ ട്യൂമർ ഉണ്ടോ എന്നുള്ളത് 15 വർഷം മുമ്പ് ഈ ചിപ്പ് പറഞ്ഞു തരുമെന്ന്. സന്തോഷമില്ലല്ലോ? അപ്പം നിങ്ങൾ പറയും പാസ്റ്റേ വല്ലതും പറയാൻ സാധ്യതയുണ്ട്. ആണ്ട ഈ പേന ആ കയ്യിരിക്കുന്ന കണ്ടു. പണ്ട് ഞാൻ ചെമ്പൂരി വന്നു 12 രൂപ പാസ് കൊണ്ടുപോകും. അങ്ങനെ ആന്നു. ഇപ്പോൾ ചെമ്പൂർ എസ് യു ഫണ്ടിൻ്റെ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പേന എടുക്കുമ്പോൾ കീ കൂക്കു ഒറ്റയടി. സന്തോഷമില്ലല്ലോ? 12 രൂപ കൊണ്ടുപോകാം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കയ്യിൽ വച്ചാൽ 15 വർഷം മുമ്പ് ലാപ്ടോപ്പ് വഴി സ്കാൻ ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ എന്നറിയാമെന്ന് മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ആയുസ് എത്ര കൂടി? 15 വർഷം. അപ്പോൾ ആരാദ്യം വെക്കും? ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെങ്ങനെങ്കിലും ആരും അറിയാതെ ഒന്ന് വെക്കും. 15 വർഷം കൂടെ പ്രസംഗിച്ചാൽ രാത്രി കാശ് കിട്ടുമല്ലോ മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതാ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. 1. 2, ഈ ചിപ്പ് ഇപ്പം പറയുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു കൂടുതൽ പൈസ കൂടുതലുള്ളവർ ജീവിക്കാൻ താല്പര്യമുണ്ട്, എന്നെ സമീപിക്കണം. ഈ ചിപ്പ് വച്ചാൽ ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി പറഞ്ഞുതരാം. അത് 3 നേതാക്കൾ ഇപ്പോൾ ഈ ചിപ്പ് വെക്കാൻ പോവുക. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞ് ചൈനയുടെ പ്രസിഡന്റ് കിങ് ജോങ്, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അവരോട് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ചിപ്പ് വച്ചാൽ 150 വർഷം വരെ ജീവിക്കാമെന്ന്. അർത്ഥം ഞാനതാ പറഞ്ഞ് ഓരോ വർഷവും ഒരു മെഡിക്കൽ ചെക്കപ്പിന് കയറണം. കർക്കടക വാവു ചികിത്സ കണ്ടവരെത്ര പേരുണ്ട്? സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഒടിച്ചിൽ കിഴിച്ചിൽ പിടിച്ചിൽ മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പോഴാ ഒരു വർഷത്തിൽ ചേട്ടനും ചേച്ചിയും കൂടെ 14 വർഷം ഒഴിയാനും പിടിക്കാനും കിഴിയാനും എല്ലാം പോകും. അവസാനം ഇറങ്ങി വരുമ്പോൾ നല്ല ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്നോലെ നിൽക്കുകയും ചെയ്യും മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു ഞങ്ങളുടെ ഒരു ടെക്നോളജിയിൽ നിങ്ങൾ കയറിക്കടന്നാൽ നിങ്ങളുടെ ബ്ലഡ് മാറ്റാം. പഴയ ബ്ലഡിനെ ഊറ്റിയെടുത്തിട്ട് പുതിയത് കൊടുക്കാം. മനസ്സിലായോ അമ്മാമ്മേ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 6 ലിറ്റർ രക്തം 5.5 ഉള്ളു. ഇതിനെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പൈപ്പ് വലിച്ചെടുത്തിട്ട് മറു സൈഡിൽ കൂടെ കൊടുത്താൽ ലൈഫ് എക്സ്റ്റൻഷൻ ഗ്യാരണ്ടി. അത് കഴിഞ്ഞിട്ട് ശരീരത്തിലെ കാര്യങ്ങൾ മൊത്തം ഈ ചിപ്പ് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ 3 നേതാക്കളും പറയുന്നു ഞങ്ങളും ഇത് വെക്കാൻ തയ്യാറാ എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. 70 പോയി, 80 പോയി, 90 പോയി, സഖാവ് VS-ൻ്റെ 101 പോയി, 150. പൈസ ഉള്ള അച്ചായന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക. എന്നെ സമീപിക്കേണ്ടത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അടിച്ചു നോക്ക് ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി ഈ ചിപ്പ്. 3-ാമത്തെ കാര്യം കൂടെ കേട്ടോണം. ടെക്നോ പാർക്ക് തിരുവനന്തപുരം, അവിടെ വൻകിട കമ്പനികൾ എല്ലാവരും കേട്ടാട്ടെ. അവിടെ നമ്മുടെ ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി, സയൻസാണ് പറയുന്നത്. പുറകെ ബാക്കി വായിച്ചു തരും, മോള് വായിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു സംഭവം, അവിടെ ഒരു കമ്പനിയുടെ മാനേജർക്ക് 10 ലക്ഷം രൂപ ശമ്പളമാണ്. അപ്പോൾ അദ്ദേഹം ഈ കമ്പനിയുടെ കൊട്ടേഷൻ മറിക്കുന്നതെന്ന് ഉടമയ്ക്കൊരു സംശയം. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ ജോലിക്ക് വരത്തില്ല രായം പാസ്റ്റർ സ്വോത്രം. അതുകൊണ്ട് അവനോട് പറയും പൊന്നെ ചക്കരെ മോനെ ഈ ചിപ്പ് വച്ചാട്ട് മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ കയ്യിൽ ചിപ്പ് വെക്കും. മുതലാളി ഇതിൻ്റെ ബാർകോഡ് ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്യുമ്പോൾ അവൻ ആരോട് സംസാരിക്കുന്നെന്ന് ഈ ചിപ്പ് മുതലാളിക്ക് മെസ്സേജ് കൊടുക്കും. ആര് കൊണ്ടുവരുന്ന? എലോൺ മസ്ക് മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ പറയാം പാസ്റ്റർ ഇതൊക്കെ നടക്കുമെന്ന്. പണ്ട് നിങ്ങൾ ചെമ്പൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമായിരുന്നല്ലോ സ്വോത്രം. സന്തോഷമില്ല? പിലാമ്പഴഞ്ചിയിലെ സഹോദരൻ പൊന്നപ്പൻ ലോൺ എടുക്കുമായിരുന്നു. 28-ാം തീയതി ആകുമ്പോൾ മാനേജർ വിളിക്കും, പൊന്നപ്പൻ സഹോദര
2 ദിവസവും കൂടെ ബാക്കി ലോൺ അടയ്ക്ക്. സന്തോഷമില്ല? ഫെഡറൽ ബാങ്കിൽ നിന്ന് കോൾ വരുമായിരുന്നല്ലോ, ഇപ്പം സന്തോഷമില്ല. ഇപ്പം പൊന്നപ്പനും ഭാര്യയും കൂടെ രാത്രി കിടന്ന് സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കീ കൂക്കു 12 മണിക്ക് ഒരു മെസ്സേജ്, നാളെ ലോൺ അവസാന ദിവസം, ഇല്ലെന്നുണ്ടെങ്കിൽ ബൈക്ക് ആണുങ്ങൾ പിടിച്ചോണ്ടു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ? സ്വോത്രം. ക്ലിയറായോ? ഇതേ പരിപാടി ഇന്നത്തെ വൻകിട കമ്പനികൾ എല്ലാവരും പറയുന്നു ഈ ചിപ്പ് വേണം. 3. 4-മത്തെ കാര്യം കേട്ടോ, ഈ ചിപ്പ് പറയാം. ഇവിടുന്ന് ഒരു അച്ചായൻ, അമ്മമ്മ, 2 കുഞ്ഞുങ്ങൾ കന്യാകുമാരിക്ക് പോവുക. കേട്ടോണേ, അച്ചായന് ഒരു 75 വയസ്സുണ്ട്, അമ്മമ്മയ്ക്ക് 68 വയസ്സുണ്ട്, കുഞ്ഞുങ്ങൾ 2 പേര്. അച്ചായൻ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ മാർത്താണ്ഡ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഈ AI ക്യാമറ ഇരിക്കുക. എല്ലാവരും കേട്ടോണം, AI ക്യാമറ നമ്മുടെ ഒറ്റശേഖരമംഗലത്ത് കാട്ടാക്കട ഇരിക്കുന്നോളെ. അതിനകത്ത് ഈ മൈക്രോ ചിപ്പ് വച്ചാൽ ചെമ്പൂർ DDRC പോകണ്ട. മനസ്സിലാകുന്നവർക്കായി ഈ മൈക്രോ ചിപ്പ് ഓടിക്കുന്ന അച്ചായൻ്റെ ഹാർട്ടിൻ്റെ ചലനം വലിച്ചെടുക്കും, കൺട്രോൾ റൂമിൽ കൊടുക്കും. അച്ചായന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഉടനെ അച്ചായൻ്റെ പുറകെ പോലീസ് വാഹനം ഓടി വരും. അച്ചായനെ സൈഡിൽ നിർത്തും. 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, സാറ്റലൈറ്റ് വഴി ഞങ്ങൾ മോണിറ്റർ ചെയ്തു, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്. മനസ്സിലാകുന്നവർക്കായി പണ്ട് ഇത് വല്ലതും പറഞ്ഞാൽ പിടിക്കുമായിരുന്നു. സ്വോത്രം. പണ്ട് ആര്യങ്കോട്ട പോലീസല്ലയോ നമ്മുടെ ഒറ്റശേഖരത്ത് അങ്ങനെ ഫൈൻ അടിക്കുന്നത്, നിർത്തിയാട്ടെ 100 200 ഇങ്ങനെല്ലായിരുന്നു. സ്വോത്രം. അപ്പോൾ ആര്യങ്കോട്ടുകാരെ പോലീസുകാർ അവിടെ നിന്ന് ചായ കുടിക്കുന്നു കണ്ടില്ലേ? ഒറ്റശേഖരമംഗലത്ത് ചേട്ടന് ചേച്ചിയോടെ പോകും. ചേട്ടന് ബൈക്കുണ്ട്, ചേച്ചിക്ക് ഹെൽമറ്റ് ഇല്ല. നല്ല പാട്ട്, യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. ഒറ്റശേഖരം കാലം കഴിഞ്ഞ് മണ്ഡപത്തിനകത്തോടെ എത്തുന്നതിന് വിട്ട് ഒറ്റ മൊബൈൽ കീ കൂക്കു 500 ഫൈൻ, ഹെൽമറ്റ് ഇല്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. റെഡിയായോ? മനസ്സിലാക്കി തരാം. അതിൻ്റെ പേരാ AI ക്യാമറ. പണ്ട് എത്ര സമയമെടുക്കും? ഇത് തിരുവനന്തപുരത്ത് കെൽട്രോണി ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ക്യാമറ ഡയറക്റ്റ് കെൽട്രോണി ചെല്ലും. ആ സമയത്ത് സോഫ്റ്റ്വെയർ RCയുടെ ഡീറ്റെയിൽസ് കാണിക്കും. ജനാർദ്ദനപുരം കഴിഞ്ഞ് മണ്ഡപത്തെ കടവെത്തി ചേട്ടൻ റൗണ്ട് വളയ്ക്കുമ്പോൾ കീ കൂക്കു 500 ഫൈൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഇപ്പോൾ അതിന് വിഷയവും കൂടെ ഉണ്ട്. സ്വോത്രം. ഫോട്ടോയും കൂടെ വരുന്നു. സ്വോത്രം. ചിലർ ഈ വിഷയമാക്കുന്നുണ്ട് ഫോട്ടോയും കൊണ്ട്. അതിൽ ചെറുപ്പക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കല്യാണം കഴിച്ചിട്ട് നീ വഴി കണ്ട പെങ്കൊച്ചിന് ബൈക്കിനകത്ത് വെച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ പോകരുത്. മനസ്സിലാകുന്നവർക്കായി. ചില ചെറുപ്പക്കാരുടെ കുഴപ്പമുണ്ട്. കല്യാണം കഴിച്ചപ്പോൾ പെണ്ണ് വീട്ടുകാർ അവന് പക്ഷേ നല്ലൊരു ഹീറോ ഹോണ്ട വണ്ടി കൊടുത്തു. RC ബുക്ക് ആരുടെ പേരിലായിരുന്നു? പയ്യൻ്റെ പേരിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി. കുടുംബകലഹം ഒഴിവാക്കാനായി പറയുന്ന സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്ത് സംഭവിക്കുന്നത്? കാട്ടാക്കട കൂടെ പോകുമ്പം പരിചയമുള്ളൊരു പെങ്കൊച്ച്, പാവപ്പെട്ട പയ്യനായിരുന്നു. സ്വോത്രം. അവൻ ചൂണ്ടുപലകയെ വെച്ച് കയറ്റി കഷ്ടകാലത്തിന് അങ്ങോട്ട് അപ്പം ക്ലിക്കടിച്ചു. അവൻ കിള്ളിയിലെത്തുന്നതിന് പെട്ട് ഭാര്യയുടെ ടച്ച് മൊബൈൽ ഇതാ വരുന്നു, ചേട്ടൻ്റെ പുറയിലൊരു പെങ്കൊച്ച്. സന്തോഷമില്ലല്ലോ? അടിയപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ മതി. സ്വോത്രം. അങ്ങനെ കയറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ പുറകെ ഒരു ഹെൽമറ്റ് കൂടെ വെച്ച് പോവുക. സന്തോഷമില്ല? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സ്വോത്രം. അയ്യോ, സഹോദരിമാരെ നമ്മൾ വിടണ്ട. സ്വോത്രം. പണ്ട് സഹോദരിമാരൊക്കെ ഭാരത സ്ത്രീധൻ പാവശുദ്ധി എന്നൊക്കെയായിരുന്നു. സഹോദരി വഴി വെച്ച് പയ്യനെങ്ങാനും കണ്ട് ഇതിനകത്ത് കയറ്റല്ലേ, ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ എവിടെയെങ്കിലും നല്ല പണി പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും RC ബുക്ക് ചേട്ടൻ്റെ ആര്യം കൊടുന്ന് മാരായമുട്ടത്തോട്ട് വന്ന വഴി ഭാര്യ താണ്ട് ഒരുത്തനെയും വെച്ചുകൊണ്ട് പോകുന്നു. തീർന്നില്ലയോ കാര്യം? മനസ്സിലാകുന്നവർക്കായി. ഈ വഴിയാധാരമായി AI വന്നിട്ട് വലിയ കുഴപ്പമായി. അങ്ങനെയെങ്കിൽ സകല മനുഷ്യൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. 4 കാര്യം കഴിഞ്ഞു. 5-മത്തെ കാര്യം എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ. ഇന്ന് ലോകരാജ്യങ്ങൾ ഈ ചിപ്പിനെ വരവേൽക്കുന്നു. ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇപ്പോൾ ഒരു ദിവസം 100 ചില്ലുവാനം പ്ലെയിനാണ് 2 ഇടത്തായിട്ട് വരുന്നത്. ഇതിനകത്ത് 60,000 പേരാണ് വരുന്നതെന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ. കൊച്ചി എയർപോർട്ടിൽ 1,00,000 പേരാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെന്തിനു വന്നു? ലോകരാജ്യക്കാർ എല്ലാവരും കേൾക്കണം. ദുബായ് എയർപോർട്ടിലൊക്കെ ലക്ഷങ്ങളാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, ഇവിടെ സയൻസ് ദാണ്ട് ഇവിടെ ഈ ക്യാമറ വെച്ചതുപോലെ 5-6 ക്യാമറ ലൈറ്റിനകത്ത് വെച്ച് മൈക്രോ ചിപ്പ് വെച്ചാൽ മനുഷ്യൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ തലയിലിരിക്കുന്ന ചിന്ത ഊറ്റിയെടുക്കും. ഇതാ കിടക്കുന്നത്. അതിൻ്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ബാക്കിയൂടെ ചെറുപ്പക്കാർ കേട്ടാട്ടെ. പണ്ട് കൊലപാതകം നടക്കുമ്പോഴേ കേരള പോലീസ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ബ്രെയിൻ മാപ്പിംഗ്. മനസ്സിലാകുന്നവർക്കായി, കരം ഉയർത്തുന്നവർക്കായി. അത് അഭയ കേസിലൊക്കെ ബ്രെയിൻ മാപ്പിങ് കിടക്കുമ്പോൾ ഇൻ്റർനെറ്റ് വഴി തലയിൽ ഇവർ ചെയ്തു എന്നറിയുന്നത്. പക്ഷേ ഇനി അതൊന്നും വേണ്ട. ഒരു മൈക്രോ ചിപ്പ് കൊടുത്താൽ മുഴുവനും അറിയാൻ പറ്റാവുന്ന ഒരു കാലം ഇവിടെ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ലോകത്തുള്ള എയർപോർട്ടുകാരെല്ലാം എലോൺ മസ്കിനോട് പറഞ്ഞു,
നിങ്ങൾ ഈ ചിപ്പ് തന്നാൽ വരുന്നവരുടെ തല മോണിറ്റർ ചെയ്യാം. എല്ലാവരും കേട്ടാട്ടെ. തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാർ എവിടുന്നെങ്കിലും ബാങ്ക് കൊള്ള ചെയ്യാൻ വന്നു. അവരുടെ തലയിൽ ഈ പ്രിൻ്റ് ഉണ്ട്. അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റ് അഥവാ മൈക്രോ ചിപ്പ് വലിച്ചെടുക്കും. താഴെ കൺട്രോൾ റൂമിൽ ഇവരെ പ്രത്യേകിച്ച് കാണും. പോലീസുകാർ മഫ്തി വേഷത്തിൽ വരും. ഈ 2 ചെറുപ്പക്കാരെ ആരും അറിയാതെ തൂക്കിക്കൊണ്ട് പോകാം. അതുകൊണ്ട് ലോകം വരവേൽക്കാൻ പോകുന്നു മൈക്രോ ചിപ്പ്. 5 ആറാമത്തെ കാര്യം, ഇന്ന് എല്ലാവരും പറയുന്നു മൈക്രോ ചിപ്പ്. നമ്മുടെ പത്രത്തിൽ എന്നും കാണത്തില്ലേ? ബാങ്ക് തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, ATM തട്ടിപ്പ്. മനസ്സിലാകുന്നവർക്കായി തിരുവനന്തപുരത്ത് ATM വെള്ളയമ്പലം, ആൽത്തറമൂട്, വഴുതക്കാട് കറുത്ത വർഗ്ഗക്കാർ നൈജീരിയക്കാർ വന്നു. സ്കിമ്മർ അത് വെച്ചിട്ട് കള്ളക്കാട് ഉണ്ടാക്കി 65 ലക്ഷം രൂപയാ തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇന്നത്തെ DGP മനോജ് എബ്രഹാം സാറ് അവന്മാരിവിടെ കൊണ്ടിറക്കിയത്. അല്ലേ തന്നെ ചെമ്പൂരി കാശെടുക്കാൻ ശോശാമ സിസ്റ്റർ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടത്തില്ലേ? ജാനാസനം. ശോശാമയെ നോക്കാനല്ല, കാർഡ് കിട്ടിയ കാശ് കൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ SBI, അതുപോലെ തന്നെ ഇന്നത്തെ ഫെഡറൽ ബാങ്ക്, ഇന്നത്തെ കാനറ ബാങ്ക് എല്ലാം പറയുന്നു ഈ മൈക്രോ ചിപ്പ് കയ്യിൽ കൊടുത്താൽ ATM തട്ടിപ്പുണ്ടാവത്തില്ല. ആറാമത്തെ കാര്യം. 7 ബാക്കിയൂടെ കേൾക്കണം. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ BJPയുടെ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മുൻ IT മന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ BJPയുടെ പ്രചരണത്തിന് വരുന്നതിന് മുമ്പ് ലണ്ടൻ, കേട്ടോണേ, ഇന്നത്തെ UK ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIയുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യക്കാർ എത്ര കോടി ജനം? 150 കോടി ജനം. ഞാൻ ചിപ്പ് തന്നാൽ ഇവിടെ എന്ത് നടക്കത്തില്ല? കൊലപാതകം നടത്തത്തില്ല, ബാങ്ക് റോബറി നടക്കത്തില്ല, കുത്തിക്കൊല നടക്കത്തില്ല. സകലതും ഒരു കമ്പ്യൂട്ടറിനകത്താക്കി സംശയമുള്ളവരെ മോണിറ്റർ ചെയ്താൽ സ്വതന്ത്ര ഭാരതമാക്കാ പറഞ്ഞത് എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി പോലീസ് സ്റ്റേഷനിൽ പോകരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ക്രിമിനൽ പുള്ളികളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. സന്തോഷമില്ലല്ലോ? ഏത് കേസുണ്ടായാലും അവരെ തപ്പാം. അതുപോലെ ഗവൺമെൻറ് സംശയമുള്ളവരെ മുഴുവൻ മൈക്രോ ചിപ്പ് വെച്ചാൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേരാ GPS സംവിധാനം. ഇതൊക്കെ വരുമോ? പറഞ്ഞുതരാം. ഈ കളിക്കാവിളയ്ക്ക് അടുത്ത് മാർത്താണ്ടത്ത് പോയിട്ടുള്ള എത്ര പേരുണ്ട്? കരം ഉയർത്താം. സന്തോഷമില്ലല്ലോ? ഒത്തിരി പേരുണ്ട്. സ്വോത്രം. ചിലരാന്നേ കരം ഉയർത്തത്തില്ല. ചില സ്ഥലത്ത് ചെന്ന ആൾക്കാരടുത്ത് കരം ഉയർത്താൻ പറയാം. ചിലരോട് പിന്നെ പാസ്റ്റർ കല്യാണം ആലോചിക്കാനാണെന്നോ കരം ഉയർത്തുന്നത്. സ്വോത്രം. എൻ്റെ ജോലി കല്യാണം ആലോചനയല്ല. സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ ആലോചിച്ചോളൂ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പ്രത്യേകിച്ച് പാസ്റ്റർമാരോടൊരു നല്ല വാർത്ത. സ്റ്റേജിൽ ഇരിക്കുന്നവർ ദയവ് ചെയ്ത് കല്യാണം ആലോചിക്കാൻ പോകല്ലേ. എന്തെങ്കിലും നല്ലതായാൽ പറയും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുനീരാണ്. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയ പാസ്റ്റർ ഞങ്ങളെ കുഴിയിലാക്കി. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് പാസ്റ്റർമാർ പ്രത്യേകിച്ച് കല്യാണാലോചനയ്ക്ക് പോകരുത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കല്ലേലുയോ ഓശണ്ട ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കിയൂടെ കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് പാറശാല ഇഞ്ചിവിള അങ്ങോട്ട് കയറുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ പോയി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പാറശാല ഇറങ്ങുമ്പോൾ അടുത്ത മെസ്സേജ് വരും, വെൽക്കം ബാക്ക് BSNL കേരള. അപ്പോൾ എവിടെ? സാറ്റലൈറ്റ് നമ്മുടെ മൊബൈലിൽ നിന്ന്. ആ പ്രോജക്റ്റിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. ഒരു സാറ്റലൈറ്റ് വഴി ഈ മനുഷ്യനെ നമ്മുടെ മൊബൈൽ ടവർ നിരീക്ഷിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും വെള്ള സിംഹാസനത്തിന് മുൻപാകെ വരും. ബൈബിൾ നാം ചെയ്യുന്നത് നല്ലതാകില് തീയതാകില് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകുക. ബാക്കി എല്ലാവരും കാണും. അതിനുവേണ്ടി ഈ കൺവെൻഷൻ ഇന്ന് രാത്രി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ദാണ്ടേ മോനെ ഇതെല്ലാവരും കാണണം. ലോകം ടെലിപ്പതിയിലേക്ക് ദാണ്ടേ എലോൺ മസ്ക് ഒരു ചെറുക്കൻ്റെ കയ്യിൽ, ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന മൈക്രോ ചിപ്പ്. എന്താ അവൻ്റെ പ്രത്യേകത? എല്ലാവരും കാണണം. സ്റ്റേജിലിരിക്കുന്നവരും എല്ലാം കാണണം. അന്ത്യകാലമായി ദാണ്ടേ മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും. എത്ര ക്ലിയറാ! ഇതാ മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്ക്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈക്രോ ചിപ്പില്ല, ആധാറില്ല, കമ്പ്യൂട്ടറില്ല. അന്ന് പത്മോസിൽ യോഹന്നാൻ എഴുതി, കൈമേലും നെറ്റിമേലും മുദ്ര. കരമുയർത്തുന്നവർക്കായി പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, പ്രവചിക്കുന്നവൻ ഭാഗ്യവാ, ഇത് എഴുതുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ട്. താണ്ടേ യോഗം കഴിഞ്ഞ് വേണേൽ പടം എടുത്തോണ്ട് പോകും. മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ, എലോൺ മസ്കിൻ്റെ. മനസ്സിലാകുന്നവർക്കായി. അവൻ എന്തുവായിരുന്നെന്നറിയാം? പോളിയോ ആയിരുന്നു. അവ എഴുന്നേറ്റ് 8 മണിക്കൂർ ചെസ് കളിച്ചു. മനസ്സിലാകുന്നവർക്കായി. ഇതാ കിടക്കുന്നു
അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. ഇന്ന് ശരീരത്തിനകത്തൊരു മൈക്രോ ചിപ്പ് കൊടുത്താൽ എന്ത് മരുന്ന് വേണമെന്ന് നിംസും കിംസും പറയേണ്ട. ലാപ്ടോപ്പിനകത്ത് ആ മൈക്രോ ചിപ്പ് സ്കാൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന മരുന്നിൻ്റെ കുറിപ്പടി വരെ തന്ന് 8 മണിക്കൂർ കിടക്കയിൽ കിടന്നവനെ മൈക്രോ ചിപ്പ് കൊടുത്ത് എഴുന്നേൽപ്പിച്ചു അന്ത്യകാലം. ഇന്ന് രാത്രി എലോൺ മസ്കിന്റെ ചിപ്പ് വെക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? മനസ്സിലാകുന്നവർക്കായി അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഞാൻ ഇനി വന്നില്ലേ, തിരുവനന്തപുരത്ത് വരാൻ പോകുന്നു എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ കാർ. അതിൻ്റെ അവനാ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്ക്. റഷ്യ ഉക്രൈൻ യുദ്ധം 1 മിനിറ്റ് കേട്ടിട്ട് ഞാൻ വെളിപ്പാടി പോകും. 4 വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. ബാക്കി ഇവിടെ അടുത്ത സ്ഥലത്ത് എന്താ? റഷ്യ ഉക്രൈൻ. ഉക്രൈൻ്റെ പ്രസിഡന്റ് പേര് വ്ളാഡിമിർ സെലൻസ്കി, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നമ്മുടെ ഉക്രൈൻ്റെ സെലൻസ്കിയുടെ ഇരിക്കുന്ന സാറ്റലൈറ്റ് ഫോണ നിങ്ങളുടെ റിലയൻസ് എല്ലാം പോകാൻ പോവുക. ഇനി സാറ്റലൈറ്റ് ഫോൺ സാറ്റലൈറ്റ് വഴി വരാൻ പോവുക. സിഗ്നലുകൾ ടവർ വഴി കറക്റ്റ് വരും. സിം കാർഡ് പോലും ഇല്ലാതെ ഒരു ഇൻസ്റ്റാഗ്രാം നമ്പർ തരുന്നത് പോലെ സകലരെ സാറ്റലൈറ്റ് കൊണ്ടുവരും. ബാക്കി പറഞ്ഞുതരാം. എന്താ സംഭവം എന്നറിയോ? വ്ളാഡിമിർ സെലൻസ്കിയെ കൊല്ലാൻ പിന്നെ റഷ്യ എന്നൊരു മിസൈൽ വരും. ഉടനെ എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് പറയും, കുഞ്ഞെ നിന്നെ കൊല്ലാൻ മിസൈൽ വരുന്നുണ്ട്. പുള്ളി വെള്ളറടയിൽ നിന്ന് നേരെ ആനപ്പാറയിലേക്ക് ഒറ്റ നടത്തും. മനസ്സിലാകുന്നവർക്കായി ആനപ്പാറയിൽ മിസൈൽ വീഴും. വ്ളാഡിമിർ സെലൻസ്കി നമ്മുടെ ആനപ്പാറയിരുന്ന് ചായ കുടിക്കും. മിസൈലെല്ലാം വീഴുമ്പോൾ ഒരു പാട്ട്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. മനസ്സിലാകുന്നവർക്കായി ലോകത്തിലെ 2ാമത്തെ വലിയ ശക്തിയാണ് റഷ്യ. അവനാ ഏറ്റവും കൂടുതൽ ആണവായുധം. അവനാ ഇന്ന് ലോകത്തെ പല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പക്ഷേ അവനോട് അടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഞാഞ്ഞൂല് സെലൻസ്കിയെ തകർക്കാൻ എന്തുകൊണ്ട് റഷ്യക്ക് കഴിയുന്നില്ല? അവൻ്റെ ഇരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനം എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി അല്ലേ അന്നേ അവനെ ശവപ്പെട്ടി കൊടുത്തതിന് സ്വോത്രം. എലോൺ മസ്കിൻ്റെ പാർട്ട്ണറാ ഈ ഉക്രൈൻകാരൻ വ്ളാഡിമിർ സെലൻസ്കി. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്തത് വായിച്ചിട്ട് മോളെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. മരിക്കുന്ന കാലം കണ്ടില്ലയോ? ഇന്ന് ഓസ്ട്രേലിയ കണ്ടില്ലയോ? ഒരു ഇന്ത്യക്കാരൻ, അവൻ ഇവിടുന്ന് 27 വർഷം പോയതാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. യഹൂദൻ്റെ ഫെസ്റ്റിവലാണ് ഹനൂക്ക ഫെസ്റ്റിവൽ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആയിരക്കണക്കിന് യഹൂദന്മാർ കൂടിയടത്ത് ഒരു പയ്യനും മോനൂടെ വന്ന് 15 പേരെ പച്ചയ്ക്ക് കുത്തിയും വെടിവെച്ചും കൊന്നു. മനസ്സിലാകുന്നവർക്കായി ക്ലിയറായോ? ഇതെല്ലാം ഒരിടത്ത് ചിപ്പ്, മറ്റിടത്ത് ആളെ കൊല്ലുന്ന കാലം വരും. അതാ യഹൂദൻ്റെ മിനാറ ഫെസ്റ്റിവൽ. അതിൻ്റെ പേരാ ഹനൂക്ക. 7 ദീപം തെളിച്ചുകൊണ്ട് തങ്ങളുടെ വരവിനെ ഓർത്ത് 8 ദിവസം ആഘോഷിക്കുന്ന ഫെസ്റ്റിവലിനിടയ്ക്ക് ഒരു IS-കാരൻ ദാണ്ട ചെന്ന് സിഡ്നി ചെന്നിട്ട് കൊന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയ ഇന്ത്യയോട് വിശദീകരണം ചോദിക്കുന്നു. ഇന്ത്യക്കാർ കൈമലർത്തുന്നു. നീ അത് മാത്രമല്ല, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാളുകൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കപ്പെടും. അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തു നിൽക്കുന്നവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക.